കർക്കടകം രാശിയിൽ ഉൾപ്പെടുന്ന പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയും ദേവത ബൃഹസ്പതിയുമാണ്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം പൂയം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ സവിശേഷമായ ഒരു മിശ്രണം സൃഷ്ടിക്കുന്നു. ശനി അവർക്ക് അച്ചടക്കവും കഠിനാധ്വാനവും നൽകുമ്പോൾ ബൃഹസ്പതി ജ്ഞാനവും ആത്മീയതയും ധാർമ്മിക ബോധവും പ്രദാനം ചെയ്യുന്നു. താമരയും പശുവിന്റെ അകിടുമാണ് പൂയം നക്ഷത്രത്തിന്റെ ചിഹ്നങ്ങൾ. ഇവ രണ്ടും പോഷണത്തെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. ഈ നക്ഷത്രം പൊതുവെ ശുഭകാര്യങ്ങൾക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. എങ്കിലും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം ഗുണദോഷ സമ്മിശ്രമാണ്. അവരുടെ സ്വഭാവത്തിലെ സങ്കീർണതകളും ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവങ്ങളും വിശദമായി പരിശോധിക്കാം. പൂയം നക്ഷത്രക്കാർ പൊതുവെ സങ്കീർണമായ വ്യക്തിത്വത്തിനുടമകളാണ്. അവരിൽ ഒരേ സമയം ആകർഷകവും വൈരുദ്ധ്യാത്മകവുമായ സ്വഭാവങ്ങൾ സമ്മേളിക്കുന്നു. പൂയം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അവരുടെ അസാമാന്യമായ ബുദ്ധിശക്തിയും ഉയർന്ന തലത്തിലുള്ള പൊതുവിജ്ഞാനവുമാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നേടുന്നതിനേക്കാൾ അറിവ് അവർ സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയെടുക്കും. ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും സംവാദങ്ങളിൽ ഏർപ്പെടാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവർക്ക് ആഴത്തിലുള്ള ഈശ്വരവിശ്വാസവും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും ഉണ്ടാകും. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്ന പ്രകൃതക്കാരാണ് ഇവരുടേത്. നിയമങ്ങൾ പാലിച്ച് ധാർമ്മികമായ വഴികളിലൂടെ ജീവിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. സത്യസന്ധതയും സദ്ഗുണവും ഇവരുടെ മുഖമുദ്രയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും ഇവർ എപ്പോഴും തയ്യാറായിരിക്കും. കാരുണ്യവും ദയയും ഇവരുടെ കൂടപ്പിറപ്പാണ്. തെറ്റ് ചെയ്യുന്നവരോട് മുഖം നോക്കാതെ പ്രതികരിക്കുകയും ശിക്ഷ നൽകാൻ മടിക്കാത്തവരുമാണ് ഇവർ. ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യനിഷ്ഠയോടെയും കാര്യക്ഷമതയോടെയും ചെയ്തു തീർക്കുന്നതിൽ ഇവർ മിടുക്കരാണ്. പരാജയങ്ങളിൽ തളരാതെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ലക്ഷ്യത്തിലെത്താനുള്ള ആത്മധൈര്യം ഇവർക്കുണ്ട്. സ്വന്തം പ്രയത്നത്തിലൂടെയാണ് ഇവർ ജീവിതത്തിൽ ഉയർച്ച നേടുന്നത്. ഇവർക്ക് സ്വന്തം വീടിനോടും അമ്മയോടും പ്രത്യേക മമതയുണ്ടാകും. ഗ്രഹാതുരത്വം ഇവരുടെ പ്രത്യേകതയാണ്. അതിനാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഇവർക്ക് പൊതുവെ പ്രയാസമാണ്. കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കഠിനമായി പ്രയത്നിക്കും. നന്നായി സംസാരിക്കാനുള്ള കഴിവ് ഇവരുടെ ഏറ്റവും വലിയ ഗുണമാണ്. ഇവരുടെ സംഭാഷണം മറ്റുള്ളവരെ ആകർഷിക്കുന്നതായിരിക്കും. ഈ കഴിവ് സാമൂഹിക ജീവിതത്തിലും തൊഴിൽ രംഗത്തും ഇവർക്ക് സഹായകരമാകും. ആഡംബരങ്ങളോട് താല്പര്യമുണ്ടെങ്കിലും മറ്റുള്ളവർ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ലളിതമായ ജീവിതം നയിക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. മനസ്സിന് ബലം കുറവായതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ അസ്വസ്ഥരാകും. മറ്റുള്ളവരുടെ വാക്കുകൾ ഇവരെ എളുപ്പത്തിൽ മുറിവേൽപ്പിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പലപ്പോഴും ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട്. എന്നാൽ ദേഷ്യം അധിക നേരം നീണ്ടു നിൽക്കില്ല. ഈ എടുത്തുചാട്ടം ചിലപ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കാൻ കാരണമായേക്കാം. മറ്റുള്ളവർ പുകഴ്ത്തുന്നത് ഇവർക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ വിമർശനങ്ങൾ സഹിക്കാൻ ഇവർക്കൊട്ടും കഴിയില്ല. ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ ഇവർ മാനസികമായി തളർന്നു പോയേക്കാം. ചില സമയങ്ങളിൽ സ്വന്തം ലാഭനഷ്ടങ്ങൾ കണക്കാക്കി പ്രവർത്തിക്കുന്ന ശീലം ഇവർക്കുണ്ട്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹം നടിക്കാനും സംസാരിക്കാനും ഇവർക്ക് കഴിയും.